16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ 8-ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. നെല്ല് സംഭരണം, സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി, സൗജന്യ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, തദ്ദേശ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. നെല്ല് ഉൽപ്പാദിപ്പിച്ചയുടൻ അവ സംഭരിക്കാനും കൃത്യമായ വില നൽകാനും വേണ്ട നടപടിയെടുക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. സംഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇതിന്റെ തൂക്കവും ക്വാളിറ്റി എല്ലാം കണക്കാക്കി PRS ഓൺ ദ ഫീൽഡിൽ തന്നെ ഇഷ്യൂ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയങ്ങൾ കുറേ പരിഹരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ തുക കൃത്യമായി കർഷകന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സിസ്റ്റം ഏകീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും അതിന് ഒരു കാലതാമസവും ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. അന്തരിച്ച ചലച്ചിത്ര നടൻ സലിം കുമാറിന് സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചു. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം അന്തരിച്ച ചലച്ചിത്ര നടൻ സലിം കുമാറിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുശോചനം അർപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ നിർഭയം നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു സലിം കുമാറെന്ന് സ്പീക്കർ പറഞ്ഞു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സഭാംഗങ്ങൾ അല്പസമയം എഴുന്നേറ്റ് നിന്നു. രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ എന്നും നിർഭയമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്തരിച്ച മഹാവ്യക്തിയോടുള്ള ആദരസൂചകമായി അല്പസമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല, നിപ്പ തുടങ്ങിയ രോഗങ്ങൾ പകരുന്ന അടിയന്തര സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷിഗല്ല രോഗം ബാധിച്ച് 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരണപ്പെട്ടതും നിപ്പ, എബോള, കുരങ്ങുപനി, മലേറിയ എന്നിവ പടർന്നു പിടിച്ച് മരണങ്ങൾ വ്യാപിക്കുന്നതും മൂലം പൊതുജനങ്ങളിൽ ഉളവായിട്ടുള്ള ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തു നിന്ന് PA മുഹമ്മദ് റിയാസ്, GR അനിൽ എന്നിവരാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷിഗല്ല ബാധിച്ച് 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരണപ്പെട്ടതും നിപ്പ, എബോള, കുരങ്ങുപനി, മലേറിയ എന്നിവ പടർന്നു പിടിച്ച് മരണങ്ങൾ വ്യാപിക്കുന്നതും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതിനാൽ പകർച്ചപ്പനി വ്യാപിക്കുന്നതും മൂലം പൊതുജനങ്ങളിൽ ഉളവായിട്ടുള്ള ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീ PA മുഹമ്മദ് റിയാസ്, ശ്രീ GR അനിൽ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത് ഗൗരവമേറിയ വിഷയമായി കണ്ടുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഉടനെ തന്നെ അതിനുവേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 അനുസരിച്ചുള്ള നോട്ടീസിനുള്ള അവതരണാനുമതി നിഷേധിക്കുന്നു. സർക്കാരിന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ സ്തംഭിച്ചെന്നും സർക്കാർ പൂർണ്ണ പരാജയമായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വിഷയം ചർച്ചയ്ക്കെടുക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാകെ സ്തംഭിച്ചിരിക്കുകയാണ്, പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇത് ചർച്ചയില്ല എന്ന നിലപാടെടുത്ത ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യുകയാണ്. ഇന്ന് സഭയിൽ വന്ന ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. റാന്നി നിയോജക മണ്ഡലത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി ശല്യം കാരണം മനുഷ്യജീവനും സ്വത്തിനുമുണ്ടാകുന്ന ഭീഷണി സംബന്ധിച്ച് പഴകുളം മധു MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന്
മന്ത്രി ഷിബു ബേബി ജോൺ മറുപടി നൽകി. വരും ദിവസങ്ങളിൽ തന്നെ റാന്നിയിൽ ചെന്ന് റാന്നിയുടെ ആ പ്രദേശത്തിൻ്റെ ആ നിയോജകമണ്ഡലത്തിൻ്റെ പത്തനംതിട്ട ബാക്കിയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തന്നെ ചെല്ലുന്നതായിരിക്കും. അന്നേരം കൂടുതൽ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹരിക്കാൻ പരിശ്രമിക്കുന്നതായിരിക്കും. തൊഴിലാളി വിരുദ്ധമെന്ന് പറയപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ട് NK അക്ബർ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി ബിന്ദു കൃഷ്ണ മറുപടി നൽകി. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് റിട്ടയർഡ് ഗോപാലഗൌഡ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാനും അതിന്മേൽ ട്രേഡ് യൂണിയൻ അടക്കമുള്ള നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കിയതിനു ശേഷം മാത്രമേ കേരള ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും തീരുമാനിച്ചിട്ടുണ്ട്. സഭയിൽ അവതരിപ്പിച്ച 10 സബ്മിഷനുകൾക്കും അതത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. രണ്ടായിരത്തി 26-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ചയ്ക്ക് ഇന്ന് തുടക്കമായി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ഈ സകല മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ട് ഇത്രയും മികച്ച ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നു. അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ബജറ്റിനെ പിന്തുണയ്ക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർക്ക് പിന്നാലെ 22 അംഗങ്ങൾ പുതുക്കിയ ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.